Dear students, നമുക്ക് കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ലീനിയർ ഫങ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഫങ്ഷണൽ ആയിരിക്കണം, അത് ലീനിയർ ആയിരിക്കണം. ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് ഒരു സ്കേലാർ ഫീൽഡിലേക്കുള്ള മാപ്പാണ്. ദെൻ ലീനിയർ ആയിരിക്കണം, ദെൻ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണലായി നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ് എക്സ് ബി ആൻ ഇൻഡെപെൻഡന്റ് സ്പേസ് ഓവർ കെ ആൻഡ് എഫ് ബി എ ലീനിയർ ഫങ്ഷണൽ ഓൺ എക്സ്. Let f be continuous on x, then f is continuous at 0 and f of 0 equal to 0. കാരണം f continuous on x ആണ്, അങ്ങനെയാണെങ്കിൽ f continuous on 0 ആണ്. then f ലീനിയർ ആണ്, സോ f of 0 equal to 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that mod f of x less than or equal to 1 whenever x belongs to x and norm x is less than or equal to delta. അപ്പം എഫ് കണ്ടിന്യൂസ് ആണ്, അപ്പോൾ നമുക്ക് ഒരു നോം എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആകത്തക്ക രീതിയിൽ നമുക്കൊക്കെ ചൂസ് ചെയ്ത് മോഡ് എഫ് എക്സ് ലെസ് ദാൻ 1 ആക്കി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ എഫ് ലീനിയർ ആണെന്ന് നമുക്കറിയാം, സോ മോഡ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻ ബൈ ഡെൽറ്റ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. Conversely, if mod f of x is less than or equal to alpha into norm x for some alpha greater than 0 and all x belongs to x, then we can write mod f of x minus f of y equal to mod f of x minus y. That one is less than or equal to നമുക്കറിയാം ആൽഫ ഇൻറ്റു നോം എക്സ് മൈനസ് വൈ. നമ്മുടെ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പം മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ് മൈനസ് വൈ ആയതുകൊണ്ട് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എക്സ് എന്ന് നമുക്ക് പറയാം. ദെൻ എക്സ് ഡാഷ് എന്ന് പറയുന്ന ഡ്യുവൽ സെറ്റ് നമുക്ക് നോക്കാം. ദ സെറ്റ് എക്സ് ഡാഷ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽസ് ഓൺ എക്സ് ഈസ് കോൾഡ് ദ ഡ്യുവൽ ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽസ് എക്സിലുള്ള കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽസിൻ്റെ കളക്ഷനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ഡാഷ് എന്നാണ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡ്യുവൽ ഓഫ് എക്സ്. ഓക്കെ, ദെൻ ബാക്കി നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ഇൻറ്റു നോം എക്സ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറയുന്നതാണ്. നമ്മളവിടുത്തെ നോം എന്ന് പറയുന്നത് സൂപ്പർ നോം ഡിഫൈൻ ചെയ്തു. ദെൻ നമുക്ക് ഒരു ലെമ്മയിലേക്ക് പോകാം. ലെറ്റ് എക്സ് ബി ആൻ ഇന്നർ സ്പേസ് ആൻഡ് എഫ് ബിലോങ്സ് ടു എക്സ് ഡാഷ്. ലെറ്റ് സെറ്റ് u1 u2 etc. be an orthonormal set in x, then summation n mod f of un square is less than or equal to norm f square. Then second one, let set u alpha be an orthonormal set in x and ef equal to set of u alpha f of u alpha not equal to 0. Then ej is a countable set, say u1 u2 etc. if ef is denumerable, then f of un tends to 0 as n tends to infinity. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എക്സ് ബി ആൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, u1 u2 etc. be an orthonormal set, then summation n mod f of un square is less than or equal to norm f square നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂഫ് നോക്കാം. ലെറ്റ് എം ഈക്വൽ ടു 1 2 3 etc. ലെറ്റ് വൈ എം ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to m എഫ് ഓഫ് യു എൻ ബാർ ഇൻറ്റു യു എൻ. ഇപ്പം നമുക്കവിടെ യു എൻ ആൻഡ് യു എംസ് എക്സ് എല്ലാം നമുക്കെന്താ ഓർത്തോനോർമലാണ്. ഇപ്പോൾ നമുക്ക് നോം വൈ എം സ്ക്വയർ നമുക്ക് കാണാം. നോം വൈ എം സ്ക്വയർ ഈസ് ഇന്നർ പ്രോഡക്റ്റ് വൈ എം ദാറ്റ് വൺ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to m എഫ് ഓഫ് യു എൻ bar into un, comma summation n equal to 1 to m f of un bar into un. നമുക്ക് രണ്ടിടത്തു നിന്നും എഫ് ഓഫ് യു എൻ ബാർ, ഫസ്റ്റ് വണ്ണിൽ നിന്ന് എഫ് ഓഫ് യു എൻ ബാർ കോമൺ എടുക്കാം. സെക്കൻഡ് വണ്ണിൽ നിന്ന് എഫ് ഓഫ് യു എൻ ബാർ കോമൺ എടുത്ത് പുറത്ത് വരുമ്പോൾ ബാർ അങ്ങ് പോയിട്ട് എഫ് ഓഫ് യു എൻ ആവും. ദെൻ പിന്നെ വരുന്നത് ഇന്നർ പ്രൊഡക്റ്റ് യു എൻ ആണ്. നമുക്കറിയാം ഈ യു എൻ n ഈക്വൽ ആകുമ്പോൾ മാത്രം അവിടെ 1 ആവും, ബാക്കിയുള്ള കേസിലെല്ലാം 0 ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ഒരു സമ്മേഷൻ അങ്ങ് പോകും. കാരണം യു എൻ വരുന്ന n ഈക്വൽ ടു 1 2 3 etc. വരുന്നത് ടേം മാത്രമേ ഉള്ളൂ. യു എൻ വരുന്നിടത്ത്
ഒരിടത്ത് U1 അടുത്തത് U2 ആകുമ്പോൾ 0 വരും, ദെൻ U2 U1 0 വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്നതെല്ലാം 0 ആവും. പിന്നെ നമുക്ക് ഈ എക്സിസ്റ്റ് ചെയ്യുന്നത് U1 U1 U2 U2 U3 U3 അങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമ്മേഷൻ n ഈക്വൽ ടു 1 to m f of un bar ഇൻറ്റു f of un ഇൻറ്റു 1 ആയിട്ട് മാറും. ദാറ്റ് വൺ ഈസ് നമുക്കറിയാം സമ്മേഷൻ n ഈക്വൽ ടു 1 to m mod f of un സ്ക്വയർ. ഓക്കെ, ഞാനതിനെ ബീറ്റ എം എന്ന് വിളിച്ചു. അപ്പം നോം ym സ്ക്വയർ ഈക്വൽ ടു ബീറ്റ എം. നമുക്കറിയാം എഫ് ഓഫ് വൈ ഓഫ് എം ബൈ ഡെഫിനിഷൻ വൈ ഓഫ് എം നമുക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് വൈ ഓഫ് എം എന്ന് പറയുന്നത് സമ്മേഷൻ എഫ് ഓഫ് സമ്മേഷൻ n ഈക്വൽ ടു 1 to m എഫ് ഓഫ് യു എൻ ബാർ യു എൻ ആണ്. ഞാൻ എഫിനെ അകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 1 to m എഫ് ഓഫ് യു എൻ ബാർ ഇൻറ്റു എഫ് ഓഫ് യു എൻ. അപ്പോൾ മുമ്പേ നമുക്ക് അതേപോലെ തന്നെ കിട്ടും. ദാറ്റ് വൺ ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to m എഫ് ഓഫ് യു എൻ സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സമ്മേഷൻ n ഈക്വൽ ടു 1 to m എഫ് ഓഫ് യു എൻ സ്ക്വയർ ഈസ് ബീറ്റ എം. അപ്പോൾ ഏകെ നമുക്ക് എഫ് ഓഫ് വൈ എം ഈക്വൽ ടു ബീറ്റ എം എന്ന് കിട്ടി. ആൻഡ് വി ഹാവ് mod f of ym is less than or equal to norm f into ym. അപ്പോൾ നമുക്ക് എഫ് ഓഫ് വൈ എം നമുക്ക് ബീറ്റ എം എന്ന് കിട്ടി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് അതേപോലെ തന്നെ എഴുതി. ദെൻ നോം വൈ എം നമുക്ക് നേരത്തെ തന്നെ നോം വൈ എം സ്ക്വയർ ഈസ് ബീറ്റ എം എന്ന് കിട്ടിയിരുന്നു. സോ നോം വൈ എം ഈസ് റൂട്ട് ബീറ്റ എം. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് ബീറ്റ എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ബീറ്റ എം നമുക്കറിയാം ദാറ്റ് വൺ ഈസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to m മോഡ് എഫ് ഓഫ് യു ഇൻ സ്ക്വയർ ആണ്. ലെറ്റിംഗ് m ടെൻസ് ടു ഇൻഫിനിറ്റി, then our summation become summation n mod f of un square, that one is less than or equal to norm f square. Okay, first one in the then second one, let set of u alpha be an orthonormal set in x and ef equal to set of u alpha f of u alpha not equal to 0, then ef is a countable set set u1 u2 etc. ef is denumerable, then f of un tends to infinity നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം സെറ്റ് ഓഫ് യു ആൽഫ ബി ആൻ ഓർത്തോനോമസ് സെറ്റ് ഇൻ എക്സ്. ഇഫ് എഫ് ഈക്വൽ ടു 0 then ef equal to 0. Okay, if f not equal to 0 or j equal to 1 2 3 etc. let ej equal to എന്ന് പറഞ്ഞ സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. സെറ്റ് ഓഫ് യു ആൽഫ നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ഇൻറ്റു മോഡ് എഫ് ഓഫ് യു ആൽഫ. ഓക്കെ, ഞാൻ അവിടെ ഒരു ജെ ഫിക്സ് ചെയ്തു. അപ്പം ഇ ജെ കണ്ടെയ്ൻസ് ഡിസ്റ്റിൻറ്റ് എലമെൻറ്റ്സ് യു ആൽഫ 1 യു ആൽഫ 2 എക്സെട്ര യു ആൽഫ എം. ഞാൻ അതിനെ പേരിട്ട് വിളിച്ചതാണ് യു ആൽഫ 1 യു ആൽഫ 2 എക്സെട്ര യു ആൽഫ എം. ദെൻ എം ഇൻറ്റു നോം എഫ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു j square into summation n equal to 1 mod f of u of alpha n square is less than or equal to j square into norm f square എന്ന് കിട്ടും. അതെങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ ഇ ജെയിലേക്ക് നോക്കുക. അവിടെ നമുക്ക് നോം എഫ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ഇൻറ്റു മോഡ് എഫ് ഓഫ് യു ആൽഫയാണ് അല്ലേ. അപ്പോൾ അവിടെ ഞാൻ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എഫ് സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ എഫ് സ്ക്വയർ എടുത്തു. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡ് ഇ ജെയുടെ റൈറ്റ് സൈഡിൽ ഞാൻ എഫ് സ്ക്വയർ എടുത്തു. ദെൻ ലെഫ്റ്റിൽ ഞാൻ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ സമ്മേഷൻ n ഈക്വൽ ടു 1 to m എന്നുള്ള സമ്മേഷൻ കൊടുത്തു. അപ്പോൾ എനിക്ക് എം എഫ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 1 to m മോഡ് എഫ് ഓഫ് യു ഓഫ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടി. ദെൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സമ്മേഷൻ n ഈക്വൽ ടു 1 to m എഫ് ഓഫ് യു ആൽഫ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് സ്ക്വയർ. സോ ദാറ്റ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു j square into norm f square.
നമുക്കറിയാം എഫ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റും ഫസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് പറയാം എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇപ്പം ഈ എം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടാണ്. എം എലമെൻറ്റ്സ് ആണ്. യു ആൽഫ 1, യു ആൽഫ 2 എക്സെട്ര യു ആൽഫ എം എന്ന് പറയുന്ന ഇ ജെയിലെ ഡിസ്റ്റിൻ്റ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എം എലമെൻറ്റ്സ് ആണ് ഇ ജെയിലുള്ളത്. അപ്പം ഇ ജെയ്ക്ക് നമുക്ക് പറയാൻ പറ്റും എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ സ്ക്വയർ ആയതുകൊണ്ട് ഇ ജെ കണ്ടെയ്ൻസ് അറ്റ് മോസ്റ്റ് ജെ സ്ക്വയർ എലമെൻറ്റ്സ്. ഓക്കെ, ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ എഫ് ആണ്. ഇ എഫ് ഈസ് യൂണിയൻ ഓഫ് ജെ ഇ ജെ ആണ്. അപ്പം നമുക്ക് ഇവിടെ അറ്റ്മോസ്റ്റ് ജെ സ്ക്വയർ എലമെൻറ്റ്സേ ഉള്ളൂ. സോ നമുക്ക് പറയാം അത് കൗണ്ടബിൾ ആണ്. ദെൻ കൗണ്ടബിൾ യൂണിയൻ ഈസ് ഓൾസോ കൗണ്ടബിൾ. സോ ഇ എഫ് ഈസ് കൗണ്ടബിൾ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ എഫ് ഈസ് ഡെനൂമറബിൾ. ദെൻ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity mod f of un സ്ക്വയർ f of un ടെൻസ് ടു 0 എന്നാണ്. f of un ടെൻസ് ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡെനൂമറബിൾ ആണ്. സോ സമ്മേഷൻ n mod f of un സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം f സ്ക്വയർ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ലെസ് ദാൻ ഇൻഫിനിറ്റിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സംതിങ് ഒരു വാല്യൂയിലേക്ക് പോകണം. അതായത് ഒരു 1 ലാഖിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ആൾക്കാരും 0യിലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എൻഡ് ടേമിനെ കാണാൻ പറ്റും. ആ എൻഡ് ടേമിന് ശേഷമുള്ള എല്ലാ ആൾക്കാരും 0യിലേക്ക് കൺവേർജ് ചെയ്യും. സോ ദാറ്റ് ദ എൻഡ് ടേം മോഡ് എഫ് ഓഫ് യു എൻ സ്ക്വയർ ഓഫ് ദിസ് കൺവേർജൻസ് ഈസ് ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അങ്ങനെ എൻഡ് ടേം ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് യു എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി.